നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ കേരളത്തിലെ ദേശീയപാത തകർച്ചയിൽ കടുത്ത നടപടിയെടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് കേരളത്തിലെ റോഡുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഒന്നാമതേ കാലവർഷം നേരത്തെ എത്തിയിരിക്കുകയാണ്. കനത്ത മഴയും ഒക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ ദേശീയപാതയിൽ പല റോഡുകളും വലിയ രീതിയിൽ തന്നെ വിള്ളലുകൾ അപകടകരമായ നിലയിൽ സംഭവിക്കുന്നതും കാണുന്നത്. ഇപ്പോൾ NHAI സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു. റോഡ് സുരക്ഷ അവലോകനത്തിനായി എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിരമിച്ച IIT ഡൽഹി പ്രൊഫസർ ശ്രീ GV റാവുവിന്റെ മേൽനോട്ടത്തിലുള്ള കമ്മിറ്റിയിൽ ഡോക്ടർ അനിൽ ദീക്ഷിത്, ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ K മോഹൻ കൃഷ്ണ എന്നിവരാണ് അംഗങ്ങൾ. റോഡ് നിർമ്മാണത്തിന് കരാർ എടുത്ത കൂടുതൽ കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. സുരക്ഷാ കൺസൾട്ടന്റ്, ഡിസൈൻ കൺസൾട്ടന്റ് കമ്പനികൾക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. കുരിയാട് അടക്കം കരാറുകാരൻ സ്വന്തം ചിലവിൽ വെള്ളം പോകാനുള്ള സംവിധാനം നിർമ്മിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. മണ്ണിട്ടുയർത്തിയ പാതയ്ക്ക് റോഡിന്റെ ഭാരം താങ്ങാനുള്ള അടിത്തറയില്ലായിരുന്നു. ഇതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നും പ്രാഥമിക വിലയിരുത്തലിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം രാജ്യമെമ്പാടും 8700 കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേ നിർമ്മിച്ചിട്ടുണ്ടെന്നും അവകാശപ്പെടുന്ന KNR കൺസ്ട്രക്ഷൻസ് പക്ഷേ കുരിയാട്ടെ വീഴ്ചയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകിയിരുന്നില്ല. സംസ്ഥാനത്ത് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ 2 റീച്ചുകളായി 77 കിലോമീറ്ററോളം നിർമ്മിക്കുന്നതും KNR ആണ്. കോഴിക്കോട് നിന്ന് തേഞ്ഞിപ്പാലം വഴി തൃശൂരിലേക്ക് പോകുന്ന ദേശീയപാതയുടെ കൂരിയാട് കൊളപ്പുറം ഭാഗത്തിന്റെ നിർമ്മാണം നടത്തിയ KNR കൺസ്ട്രക്ഷൻ ഇതാദ്യമായല്ല ദേശീയപാത നിർമ്മിക്കുന്നത്. രാമനാട്ടുകര, വളാഞ്ചേരി കാപ്പിരിക്കാട് എന്നീ 2 റീച്ചുകളുടെ നിർമ്മാണമാണ് KNR കേരളത്തിൽ നടത്തുന്നത്. 2022 തുടങ്ങിയ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കി വരികയാണ്. ആന്ധ്ര ആസ്ഥാനമായ KNR കേരളത്തിലെ കാര്യങ്ങൾക്കായി മറ്റൊരു കമ്പനി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. രൂപകൽപ്പനയും മാനദണ്ഡങ്ങളും നിശ്ചയിച്ചതും ദേശീയപാത അതോറിറ്റിയാണ്. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച അതോറിറ്റിയുടെ ഭാഗമല്ലാത്ത ഒരു ഉദ്യോഗസ്ഥ സംഘമാണ് നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നത്. കമ്പനിക്കൊപ്പം നിർമ്മാണം വിലയിരുത്തുന്ന ദേശീയപാത അതോറിറ്റിക്കും തകർച്ചയിൽ പങ്കുണ്ട് എന്നർത്ഥം. ഈ മാസം 19-നാണ് കൂരിയാട് ദേശീയപാത 66-ന്റെ ഭാഗം ഇടിഞ്ഞതാണത്. ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡ് അടക്കം തകരുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തിയിരുന്നു. 2-അംഗ സംഘമാണ് പരിശോധന നടത്തിയത്. മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരാണ് കുരിയാട് പരിശോധന നടത്തിയത്. ഈ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. ഡൽഹി IITയിലെ പ്രൊഫസർ GV റാവുവിനെ ഉൾപ്പെടുത്തി ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. ഇതിനൊപ്പം കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ വിദഗ്ധ സംഘം പരിശോധിക്കുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഏറെ മുന്നിലുള്ളതാണ് ദേശീയപാത 66. 6-വരിപ്പാത നിർമ്മാണം കന്യാകുമാരി മുതൽ മുംബൈ പനവേൽ വരെ നീളുന്ന പാത, കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം മുക്കോലെ കാരോട് വരെയുള്ള 644 കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഈ 644 കിലോമീറ്റർ 22 റീച്ചുകളാക്കി വിഭജിച്ചാണ് വിവിധ നിർമ്മാണ കമ്പനികൾക്ക് നൽകി വികസനം നടപ്പാക്കുന്നത്. ഇനി മുതൽ പൂർത്തിയാകാനുള്ള 17 റീച്ചുകളുടെ നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിലും അതിനുള്ള സാധ്യതകൾ മങ്ങി. 2026 മെയ്യിൽ നടക്കാനിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സർക്കാർ പ്രധാനമായി ഈ വികസനമാണ് ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ നിർമ്മാണ രീതിയല്ല സ്വീകരിച്ചതെന്നും വേണ്ടത്ര പഠനം നടത്തിയിട്ടില്ലെന്നുമുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. മണ്ണുറപ്പില്ലാത്ത സ്ഥലങ്ങളിലും വയലുകളിലും നീരൊഴുക്കുള്ള ഇടങ്ങളിലും പാത കടന്നു പോകുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറോ തൂണുകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഡയറക്റ്റ് മാതൃകയിലോ പാത നിർമ്മിക്കണമെന്ന ആവശ്യം പലയിടത്തും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നിർമ്മിച്ച ഇപ്പോഴത്തെ നിർമ്മാണത്തെക്കാൾ 6 ഇരട്ടിയെങ്കിലും ചിലവ് അധികരിക്കുമെന്നതാകും ഇത് പരിഗണിക്കാതിരിക്കുന്നതിന് കാരണം. ഭാരിച്ച ചെലവ് ഒഴിവാക്കാൻ അശാസ്ത്രീയ നിർമ്മാണത്തിന് തുനിഞ്ഞുവെന്ന് വേണം കരുതാൻ. പാടങ്ങളിൽ ഉറപ്പില്ലാത്ത മണ്ണിന് മുകളിൽ ലോഡ് കണക്കിന് മണ്ണിട്ട് ഉയർത്തിയപ്പോൾ താഴത്തെ മണ്ണ് താഴേക്ക് ഇരുത്തിയതാണ് മലപ്പുറം കൂരിയാട് ഭാഗത്ത് റോഡ് തകരാൻ കാരണമായതെന്നാണ് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയപാത 66 കേരളത്തിന്റെ വികസന സാധ്യതകളെ മാറ്റിമറിക്കുമെങ്കിലും പാത പൂർത്തിയാകുമ്പോൾ ആയിരക്കണക്കിന് കച്ചവടക്കാരും വാണിജ്യ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാകും. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ ദേശീയപാതയ്ക്ക് ഇരുവശവും കേന്ദ്രീകരിച്ചാണ് ഏറ്റവും അധികം വ്യാപാര സ്ഥാപനമുള്ളത്. 45 മീറ്ററിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 6-വരി പാതയുടെ ഇരുവശത്തും വീതി കുറഞ്ഞ സർവീസ് റോഡിന്റെ വശങ്ങളിൽ മാത്രമായി കച്ചവട സ്ഥാപനങ്ങൾ ഒതുങ്ങും. സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഇരുചക്ര വാഹനം പോലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലാത്തതിനാൽ വാഹനങ്ങളിൽ എത്തുന്നവർക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ പ്രയാസം നേരിടും. കച്ചവട സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും.
മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന റോഡ് വികസനത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലാകും വ്യാപാര വാണിജ്യ മേഖലകളെ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുക. ആവശ്യത്തിന് നഷ്ടപരിഹാരം ലഭിച്ചെങ്കിലും റോഡ് വികസനം പുരോഗമിക്കുന്നതിനിടെ തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങളാണ് പൂട്ടിപ്പോയത്. പ്രധാന ജംഗ്ഷനുകളിലൊന്നും ബസ് യാത്രക്കാർക്ക് കാത്തു നിൽക്കാനുള്ള സ്ഥലമില്ലാത്തതാണ് മറ്റൊരു പ്രശ്നം. സ്കൂളുകളും മറ്റു വിദ്യാലയങ്ങളുമുള്ള ജംഗ്ഷനുകളിൽ വിദ്യാർത്ഥികൾക്ക് ബസ് കാത്തു നിൽക്കാനുള്ള സ്ഥലമോ മഴയത്ത് നിൽക്കാനുള്ള ഇടമോ ഇല്ലാത്ത സ്ഥിതിയാണ്. പ്രധാന ജംഗ്ഷനുകളിൽ ബസ് ബേ നിർമ്മിക്കാൻ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനാകില്ല. കൊട്ടിയം, ചാത്തന്നൂർ, പാരിപ്പള്ളി, ചവറ പോലെയുള്ള പ്രധാന ജംഗ്ഷനുകളിലെല്ലാം ഈ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. ഈ ജംഗ്ഷനുകളെല്ലാം ഇപ്പോൾ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് നേരിടുന്നത്. ജംഗ്ഷനുകളിലൊന്നും ഓട്ടോ ടാക്സികൾക്ക് പാർക്ക് ചെയ്യാൻ ഇടമില്ലെന്നതാണ് മറ്റൊരു വസ്തുത. ഏതായാലും ഇപ്പോൾ മഴക്കാലം കൂടി കടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തന്നെ രൂക്ഷമാകുന്നത്. ഇത് സർക്കാരിനെതിരെയും വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അത് അവിടുത്തെ തുടങ്ങുന്നത് തന്നെ ഗതാഗതത്തിലാണ്. ഒരു നാടിൻ്റെ ഗതാഗതം ഏറ്റവും സുഗമമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ റോഡുകളും അതുപോലെ തന്നെ റെയിൽവേ പാതകളും ഒക്കെ തന്നെ ഏറ്റവും നന്നായി കഴിഞ്ഞാൽ അവിടെ പകുതി വികസനം വന്നു എന്ന് തന്നെ വേണം പറയാൻ. അത് വരുമ്പോൾ സമീപത്തുള്ള കടകളൊക്കെ തന്നെ മാറും. അതും ഏറ്റവും നന്നായി തന്നെ അവിടെ പണിത് ഉയർന്നു വരുമ്പോൾ അവിടുത്തെ വികസനം ഏറെക്കുറെ പൂർത്തിയാകുമെന്ന് പറയാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലാണ്, നല്ല ഈ ഒരു സാഹചര്യങ്ങൾ ആളുകൾ പ്രതീക്ഷിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഈ റോഡ് തകർച്ച അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏതായാലും ഇതുവരെയായിട്ടും ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല ഇത്തരത്തിലൊരു പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായതിനാൽ തന്നെ. പക്ഷേ അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ഥിതി ആകെ കുഴഞ്ഞു മറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു റോഡ് വിള്ളൽ അല്ലെങ്കിൽ ദേശീയപാതയിൽ ഒരു വിള്ളൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് വീണ്ടും വളരെ വേഗത്തിൽ പണിയുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കാരണം ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ നേരത്തോടു കൂടി തന്നെ ഇപ്പോൾ കാലവർഷം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സാധാരണ മഴക്കാലമാകുന്നതിന് മുൻപ് പല പൊളിഞ്ഞ റോഡുകളിലൊക്കെ തന്നെ ചിലപ്പോൾ ടാറിങ് നടക്കാറുണ്ട്. കാരണം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പലയിടത്തും കുഴികളാണ്. വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ആളുകൾ അതിലേക്ക് വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ മഴക്കാലത്തും നമുക്കറിയാവുന്നതാണ്, എല്ലായിടത്തു നിന്നും ഇത്തരത്തിൽ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു കുണ്ടുകുഴിയും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വിമർശനം ഉയരുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന മഴക്കാലം എന്ന് പറയുന്നത്. ഇപ്പോൾ മഴക്കാലം വരുന്നതിന് മുൻപ് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദേശീയപാതയിലടക്കം ഇത്തരത്തിൽ റോഡുകളിൽ വലിയ വിള്ളലുകൾ രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ഒരുമിച്ച് നിന്ന് ഇത് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ തിരിയും, അല്ലെങ്കിൽ ജനങ്ങൾ ഇത് വിമർശനം ഉന്നയിച്ചുകൊണ്ടും പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.